ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ലെമൺ റൈസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് കേരളത്തിൽ നമ്മൾ അങ്ങനെ അധികം ഇത് ഉണ്ടാക്കുന്നില്ല, എങ്കിലും മറ്റ് സ്റ്റേറ്റ്സുകൾ കർണാടക, തെലുങ്കാന ഒക്കെ ധാരാളമായിട്ട് ആൾക്കാർ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷാണ്. ഞാൻ വളരെ ക്വിക്കായിട്ട് ഇതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്നൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 കപ്സ് പച്ചരി റൈസ്, പച്ചരിയുടെ അരി കുക്ക് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോന മസൂരിയോ അല്ലെങ്കിൽ കോലം റൈസോ സാമ്പാർ റൈസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈവൻ ബസ്മതി റൈസും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നാട്ടിലെ വെള്ളച്ചോറിലെ വെക്കുന്ന ബോയിൽഡ് റൈസ്, വൈറ്റ് ബോയിൽഡ് റൈസ്, അതും വെച്ച് ഇത് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു 1/2 കപ്പ് റോസ്റ്റഡ് പീനട്ട് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണ് ബംഗാൾ ഗ്രാം പൊട്ടുകടല അല്ലെ കടല അത്. പിന്നെ ഇത് ഒരു 1/2 ടേബിൾ സ്പൂണ് ഉഴുന്ന്. ഇതെൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് എടുത്തത്. ഇനി ഇത് ഇല്ല എങ്കിലും നോ പ്രോബ്ലം. പിന്നെ ആവശ്യത്തിനുള്ളതായ ഉപ്പ്, ഒരു 3 to 4 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ, കോക്കനട്ട് ഓയിലല്ല ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടി, ടർമറിക് പൗഡർ, ആൻഡ് അതുപോലെ ആ സെയിം അളവിൽ തന്നെ 1.5 ടീസ്പൂണ് കായപ്പൊടി, പിന്നെ അല്പം ഇത് മല്ലിയില, പിന്നെ ഒരു ടീസ്പൂണ് കടുക്, ഒരു ലെമണ് സ്ക്യൂസ് ചെയ്തെടുത്ത ജ്യൂസ്, പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ, ഒരു ചെറിയ അനിയൻ ചോപ്പ് ചെയ്തത്, കുറച്ച് കറി ലീവ്സ്, ഒരു 2 ഡ്രൈ ചില്ലി കട്ട് ചെയ്തത്, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ അല്പം ജിഞ്ചർ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടത്. ഫസ്റ്റിൽ ഇതുപോലൊരു കടായി വെക്കുക. അതിലേക്ക് ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ ഓയിൽ ഒഴിക്കുക, 3 or 4 ടേബിൾ സ്പൂണ്. അതൊന്ന് ചൂടാക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ആദ്യം ഇടുന്നു. അതിലേക്ക് ഉഴുന്ന്, കടലപ്പരിപ്പ്, ഓൾറെഡി അത് റോസ്റ്റഡ് ആയതുകൊണ്ട് അധികം വെക്കേണ്ട കാര്യമില്ല. അതിലേക്ക് ആദ്യം ഈ അനിയന് ചേർക്കുക. അതൊത്തിരി നേരം ഒന്നും വഴറ്റേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 minutes അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിയുടെ ഒരു മിനിറ്റ് ഇച്ചിരി കൂടെ അല്പം രണ്ടാക്കേണ്ട കാര്യമല്ല. പിന്നെ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നതായ ജിഞ്ചർ ചേർക്കുക, ഗ്രീൻ ചില്ലി ചേർക്കുക, ദെൻ ഡ്രൈ റെഡ് ചില്ലി ആൻഡ് കറി ലീവ്സ്. ഇത് ഒരു 1 മിനിറ്റ് ഒന്ന് വൺ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതോടൊപ്പം തന്നെ സെയിം അളവ് 1.5 ടീസ്പൂണ് കായപ്പൊടി. അതൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞു. ആദ്യം ആ റോസ്റ്റഡ് പീനട്ട് ആഡ് ചെയ്യുന്നു. അതൊന്ന് അല്പനേരം ഒന്ന് സോട്ട് ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ളതായ സോൾട്ട് ചേർക്കുക. ഞാനിപ്പം 1/2 ടേബിൾ സ്പൂൺ സോൾട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം വിട്ടുതരുന്നു. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തതായ റൈസ് ആഡ് ചെയ്യുന്നു. ഇതെപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. ഈ ചോറ്
ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ മിക്സ് ചെയ്തു നന്നായിട്ട്. ഇനി നമ്മൾ ഒരു 3 മിനിറ്റ്സിലേക്ക് ഒന്ന് മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് കുക്ക് ചെയ്യുക. അതിൻ്റെ ആ എന്താ പറയുന്നത്, എരിവും പുളി ആയിട്ടില്ല, എരിവും ബാക്കി എണ്ണ എല്ലാം ഒന്ന് എല്ലായിടവും വരാൻ വേണ്ടിയിട്ട്. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഇതിലേക്ക് പോകാം. എടുത്തു വെച്ചായ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഇത് പുളി ഒട്ടും വേണ്ടാത്തവർക്കാണെങ്കിൽ ഹാഫ് ലെമൺ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഒരു 4 കപ്സ് റൈസിന് ഒരു 1 നാരങ്ങയുടെ ജ്യൂസ് തന്നെയാണ് നല്ലത്. അതോടൊപ്പം തന്നെ അല്പം മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർക്കുക. എന്നിട്ട് അഗെയിൻ ഇത് നന്നായിട്ട് വളരെ ബലം കുറയ്ക്കാതെ വളരെ സ്ലോയിൽ നന്നായിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 മിനിറ്റ്സ് മൂടി വെച്ച് അടച്ച് വേവിക്കുക. അപ്പം ലെമൺ ജ്യൂസും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാൻ അഗെയിൻ ഇത് മൂടി വെച്ച് അടയ്ക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ആ ചൂടിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് അല്പം തൈരും ഒരു പപ്പടം ഉണ്ടായാൽ വളരെ കുശാൽ. അപ്പം എന്താ പറയുന്നത്, ആക്ച്വലി ഇത് നല്ല സ്കൂളിലെ കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തു വിടാം. അതുപോലെ തന്നെ എന്താ ജോലിക്കാർക്ക് അവരുടെ ടിഫിൻ ബോക്സിനകത്ത് ഒരു ദിവസം ഇത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. ഇനി അതല്ല, ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, കുക്കിങ്ങിന് ചിലപ്പോൾ ഒരു മടി കാണിക്കുന്ന ദിവസമാണെങ്കിൽ നമ്മുടെ കയ്യിൽ റൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വളരെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ബാക്കി സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം, എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.